വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതം വീണ്ടും രൂക്ഷമാകുന്നു. സ്കൂൾ സമയങ്ങളിൽ പ്രൈവറ്റ് ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റാതെ ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെ ഒരു കൂട്ടം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. രാവിലെ തിരൂർ, തൃശൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളോടാണ് ബസ് ജീവനക്കാർ ദാക്ഷിണ്യമില്ലാതെ പെരുമാറുന്നത്. പിന്നിലെ വാതിൽ അടച്ചുപൂട്ടിയും കണ്ടക്ടർമാർ തടഞ്ഞു നിർത്തിയുമാണ് കുട്ടികളെ മാറ്റി നിർത്തുന്നത്. കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും ബസ്സിൽ കയറാനാകാതെ 11 വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് മടങ്ങേണ്ടി വന്നു. ഇതിന് മുന്നേ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിട്ട് കംപ്ലൈൻറ്റ് വന്നിട്ട് കുറച്ച് നാൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുന്നേ ഇവർ +1 സ്റ്റുഡൻസിന് ഒരു വട്ടം തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് വണ്ടി കിട്ടാണ്ടായിട്ട്. പക്ഷേ എനിക്കിത് ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് മോൻ വീട്ടിൽ പറയാറുണ്ട്, ഇങ്ങനെ 7:30 ചോറൊക്കെ റെഡിയാക്കണം, ഞങ്ങൾക്ക് കുറച്ച് അധികം നേരം നിന്നാലാണ് ബസ്സിൽ കയറ്റുന്നുള്ളൂ, കുറേ ബസ്സുകൾ പോകുമ്പോഴാണ് ഒരു ബസ്സിൽ കയറാൻ പറ്റുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല. ഇന്ന് 7:40 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വൈഫ് ജോലിക്ക് ഇറങ്ങുമ്പോൾ ഒരു 9 മണിയോട് കൂടിയാണ് മകൻ സ്കൂളിൽ പോകാൻ പറ്റില്ല എന്നുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ബസ്സിൽ കയറാൻ പറ്റാണ്ട് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വൈകിട്ട് വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷൻ വന്ന് അതിൻ്റെ കുട്ടികളുമായിട്ട് വന്ന് പരാതി കൊടുത്തത്. വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ബസ് സ്റ്റാൻഡിലെത്തി ജീവനക്കാർക്ക് കർശന താക്കീത് നൽകി. നിയമലംഘനം തുടർന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഷീബ, സെന്തിൽ എന്നിവർ മുന്നറിയിപ്പ് നൽകി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.